ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ടീച്ചർ ചൂണ്ടിക്കാണിച്ചതുപോലെ ദേവൻ വാഴും ദേവസ്വം എന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറി വരട്ടെ. അതായത് മാഫിയ വാഴും ദേവസ്വം എന്നതാണ് ജനം ടി വിയുടെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്നതെങ്കിൽ അത് ദേവൻ വാഴും ദേവസ്വം എന്ന നിലയിലേക്ക് മാറുന്ന ഒരു കാലമുണ്ടാകണം. അതിനായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നടത്തുകയാണ്. ആ പ്രക്ഷോഭത്തിന് കൂടുതൽ ശക്തിയും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജനം ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. മാഫിയ വാഴും ദേവസ്വം എന്നുള്ളത്. അരുൺ കൊടുങ്ങൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് വന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി കേസ് പാലയിലെ കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ആ കേസിൽ കക്ഷി ചേരാൻ പോലും തയ്യാറാകുന്നില്ല എന്ന കാര്യമായിരുന്നു. അതേപ്പറ്റി കൂടി വിശദീകരിക്കുമായിരുന്നു. തീർച്ചയായും തുടക്കത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായെങ്കിലും വ്യക്തമായ കൃത്യമായ രേഖകളൊന്നും തന്നെ ആ സമയത്ത് ലഭിച്ചിരുന്നില്ല എന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇത് ഒരു വലിയ വീഴ്ചയായി തന്നെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഹൈന്ദവ നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചതുപോലെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ, കുറ്റകരമായ ഒരു അനാസ്ഥ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പ്രശ്നം ഇത്ര വഷളാക്കുന്നതിനും അതായത് കോടികൾ മൂല്യമുള്ള ഈ സ്വത്തുവകകൾ നശിക്കുന്നതിനും അന്യാധീനപ്പെട്ടു പോകുന്നതും കൈവശം ഇരുന്ന ഭൂമികളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിനും കാരണമായി ഇവർ പറയുന്നത്. പക്ഷേ കൃത്യമായ രേഖകളൊക്കെ തന്നെയും ഇവരുടെ പക്കലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രേഖകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ട്, ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്, ഈ രേഖകളൊക്കെ തന്നെ കൃത്യമായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമ പോരാട്ടത്തിലേക്ക്, നിയമ നടപടിയിലേക്ക് പാലാ കോടതിയിൽ പോലും കൃത്യമായി ഇടപെടാൻ പറ്റാത്തത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, ചെറുവള്ളി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വർഷങ്ങളായി ഈ ഒരു നിയമ പോരാട്ടങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ വ്യക്തികളും ഒക്കെ തന്നെ അവരുടെ യഥാർത്ഥ താല്പര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ രേഖകളൊക്കെ തന്നെയാണ് ആധികാരികമായി ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ എയർപോർട്ടിനായി സർക്കാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭൂമിയുടെ മുൻകാല രേഖകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ചേനപ്പാടി ദേവസ്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ ചെറുവള്ളിക്കാവ് ദേവസ്വത്തിൻ്റെയും ഭൂമി എന്നതാണ്. ശ്രീ പണ്ടാരവക എന്നാണ് മുൻകാല റവന്യൂ രേഖകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ദേവന്റെ ഭൂമിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്നുള്ളത്. 2263 ഏക്കർ ഭൂമി. അത് തിരിച്ചുപിടിച്ചേ മതിയാകൂ. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ജനം ടി വിയുടെ പിന്തുണയുണ്ടാക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ആ ഭൂമി എങ്ങനെ അന്യാധീനപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിയത്. ഇനി നമ്മൾ നേരെ മലബാറിലേക്ക് പോകുകയാണ്. ഈ ഭൂമി നഷ്ടപ്പെടുന്ന സംഭവം കേവലം തിരുവിതാംകൂറിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദേവസ്വം ബോർഡിന് കീഴിലോ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും കീഴിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭൂമികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാർ, ഏതെങ്കിലുമൊക്കെ എസ്റ്റേറ്റുകാർ, അതല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ സംഘടിതമായി ഭൂമി കൊള്ള ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.